ഇറാൻ US ആണവ ചർച്ച ഇന്ന് മസ്കത്തിൽ 1.3 ബില്യൺ ഒമാനി റിയാൽ കടന്ന് ഒമാനിന്റെ നികുതി വരുമാനം. വെൽഫെയർ ബോക്സ് ക്രിക്കറ്റ് കാർണിവൽ ഇന്ന്. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ഇറാനും അമേരിക്കയും തമ്മിലെ നിർണായക ആണവ ചർച്ച ഇന്ന് മസ്കത്തിൽ. ഇറാനിനെതിരായ യുഎസിന്റെ ആക്രമണ ഭീഷണി മേഖലയിൽ യുദ്ധഭീഷണി പടർത്തിയ സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ആദ്യം തുർക്കിയയിലെ ഇസ്തംബൂളിൽ നടത്താനിരുന്ന ചർച്ചയാണ് ഇറാന്റെ ആവശ്യപ്രകാരം ഒമാനിലേക്ക് മാറ്റിയത്. ഖത്തർ, തുർക്കിയ, ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ചർച്ചയ്ക്കായി തയ്യാറാക്കിയ രൂപരേഖ ഇതിനകം ഇരു രാജ്യങ്ങൾക്കും കൈമാറി. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഇറാനുമേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുന്നതിനെക്കുറിച്ചുമാണ് പ്രധാനമായും ചർച്ച. പാകിസ്ഥാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങൾക്കും ചർച്ചയിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചതായാണ് വിവരം. ഇറാനുമായുള്ള നിർണായക ചർച്ചകൾക്ക് മുന്നോടിയായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ എത്തിയിട്ടുണ്ട്. ചർച്ചയ്ക്കായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരുമകനും മധ്യേഷ്യയിലെ ചർച്ചകളിലെ മുഖ്യ കണ്ണിയുമായ ജാരദ് കുഷ്നർ, ട്രംപിന്റെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ ഇന്നലെ വൈകിട്ട് ദോഹയിൽ എത്തിയതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. ഒമാനിൽ നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യങ്ങളിൽ നിർണായക സ്വാധീനം ചെലുത്തുമെന്നാണ് വിലയിരുത്തൽ. ചർച്ചയുടെ വിഷയങ്ങളെക്കുറിച്ച് ഇറാനും അമേരിക്കയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. ആണവോർജ്ജ പദ്ധതികൾ ചർച്ച ചെയ്താൽ മതിയെന്നാണ് ഇറാനിന്റെ നിലപാട്. എന്നാൽ ഇറാനിന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളും മേഖലയിലെ ഇടപെടലുകളും കൂടി ചർച്ച ചെയ്യണമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യമുന്നയിച്ചത്. ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പുതിയൊരു ആണവ കേന്ദ്രം കൂടി തുറക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായും വേണ്ടി വന്നാൽ ഇവിടെയും ബോംബിടുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇറാനും അമേരിക്കയും സമാധാനപരമായ ഒത്തുതീർപ്പിലെത്തുന്നത് അനിവാര്യമാണെന്നും മേഖലയിൽ ശക്തമായ നയതന്ത്ര ശ്രമങ്ങൾ തുടരുകയാണെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. സമാധാനപരമായ ആണവോർജ്ജ ഉപയോഗത്തിനുള്ള ഇറാന്റെ നിയമപരമായ അവകാശത്തെ പിന്തുണയ്ക്കുന്നതായി ചൈന നിലപാട് അറിയിച്ചു. ബലപ്രയോഗ ഭീഷണിയും ഉപരോധ സമ്മർദ്ദങ്ങളെയും ചൈന എതിർക്കുന്നുവെന്നും ചൈനീസ് വക്താവ് വ്യക്തമാക്കി. മസ്കത്തിൽ ഇന്ന് നടക്കുന്ന ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ മേഖലയിൽ രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമായേക്കുമെന്ന് സൂചനകളാണ് പുറത്തുവരുന്നത്. അതേസമയം ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് തയ്യാറായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുറഞ്ഞു. ഒരു ബാരലിന് $1 കഴിഞ്ഞ ദിവസം കുറഞ്ഞത്. ചർച്ച സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിന്നതോടെ ബുധനാഴ്ച അസംസ്കൃത എണ്ണ വില 3% വർദ്ധിച്ചിരുന്നു. ഒമാനിലെ ചർച്ച സംബന്ധിച്ച് സ്ഥിരീകരണമായതോടെ എണ്ണ വില കുറയുകയും ചെയ്തു. പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഒപെക്കിൽ 4ാമത്തെ സ്ഥാനം വലിയ എണ്ണ ഉൽപാദന രാജ്യമാണ് ഇറാൻ. ലോകത്തെ മൊത്തം എണ്ണയുടെ 1/5 ഒമാനും ഇറാനും ഇടയിലെ ഹോർമൂസ് കടലിടുക്ക് വഴിയും ഇറാൻ വഴിയുമാണ് കയറ്റുമതി ചെയ്യുന്നത്. 2025 പൊതു സംസ്ഥാന ബജറ്റ് ലക്ഷ്യങ്ങൾ വിജയകരമായി കൈവരിച്ചതായി ഒമാൻ ടാക്സ് അതോറിറ്റി അറിയിച്ചു. മസ്കത്തിൽ ഇന്നലെ നടന്ന അതോറിറ്റിയുടെ വാർത്താ സമ്മേളനത്തിനാണ് ഇക്കാര്യം അറിയിച്ചത്. 2025 മൊത്തം നിലവിലെ വരുമാനം ഏകദേശം 1.373 ബില്യൺ ഒമാനി റിയാൽ, അതായത് ഏകദേശം 32,231 കോടി രൂപ ആണെന്ന് ടാക്സ് അതോറിറ്റി ചെയർമാൻ നാസിർ ഖാമിസ് അൽ ജസ്ഫി അറിയിച്ചു. സാമ്പത്തിക സുസ്ഥിരതയുടെ അടിസ്ഥാന തൂണുകളിൽ ഒന്നാണ് നികുതി. പൊതുസേവനങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉറപ്പാക്കുന്നതിനും സമഗ്ര വികസനത്തെ പിന്തുണയ്ക്കുന്നതിനും ആഗോള സാമ്പത്തിക മാറ്റങ്ങളെ നേരിടാനുള്ള സംസ്ഥാനത്തിന്റെ കഴിവ് ശക്തിപ്പെടുത്തുന്നതിനും നികുതി സംവിധാനം നിർണായകമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം സമർപ്പിക്കപ്പെട്ട നികുതി റിട്ടേണുകളുടെ എണ്ണം 3.53 ലക്ഷമായി ഉയർന്നതായും ഇത് 2027 37% വളർച്ച രേഖപ്പെടുത്തിയതായും ചെയർമാൻ അറിയിച്ചു. 2021 താരതമ്യം ചെയ്യുമ്പോൾ 2025 ഇൻകം ടാക്സ് രജിസ്ട്രേഷൻ 88%, വാറ്റ് രജിസ്ട്രേഷൻ 120%, എക്സൈസ് ടാക്സ് രജിസ്ട്രേഷൻ 222% എന്നിങ്ങനെ വർധനവ് രേഖപ്പെടുത്തി. 2025 നികുതി വരുമാനത്തിൽ 658 മില്യൺ ഒമാനി റിയാൽ ഇൻകം ടാക്സിൽ നിന്നും 631 മില്യൺ ഒമാനി റിയാൽ വാറ്റിൽ നിന്നും 84 മില്യൺ ഒമാനി റിയാൽ എക്സൈസ് ടാക്സിൽ നിന്നുമാണ് ലഭിച്ചത്. ഇലക്ട്രോണിക് ഇൻവോയ്സിംഗ്, നികുതി റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം, നികുതി പ്രവർത്തനങ്ങളിൽ AI സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം എന്നിവ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ നടപ്പാക്കാൻ അതോറിറ്റി ലക്ഷ്യമിടുന്നതായും അദ്ദേഹം പറഞ്ഞു. 2025 അവസാനം വരെ ഒമാൻ മറ്റ് രാജ്യങ്ങളുമായി ഒപ്പുവെച്ച ഇരട്ട നികുതി ഒഴിവാക്കൽ കരാറുകളുടെ എണ്ണം ഏകദേശം 39 ആയതായും അറിയിച്ചു.
പ്രവാസി വെൽഫെയർ ബൗഷ്യർ മേഖലയിലെ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രഥമ ബോക്സ് ക്രിക്കറ്റ് കാർണിവലിന് ഇന്ന് തുടക്കം. വൈകുന്നേരം 4 മുതൽ ഗാല ഓയാസിസ് ഗ്രൗണ്ടിൽ ഒമാനിലെ പ്രമുഖരായ 16 ടീമുകൾ മാറ്റുരയ്ക്കുന്ന കായിക പരിപാടികളോടനുബന്ധിച്ച് മെഹന്തി ഫെസ്റ്റ്, ഫുഡ് ഫെസ്റ്റിവൽ, മുട്ടിപ്പാട്ട് തുടങ്ങി കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി പരിപാടികൾ ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ബോക്സ് ക്രിക്കറ്റ് കാർണിവലിന്റെ ട്രോഫി അനാച്ഛാദനവും ഗ്രൂപ്പ് നിർണയവും കഴിഞ്ഞ ദിവസം നടന്നു. ക്യൂമീൻസ് കാറ്ററിംഗ് ഹാളിൽ നടന്ന ടീം ഗ്രൂപ്പ് നിർണയ നറുക്കെടുപ്പിന് മുൻ സംസ്ഥാന ക്രിക്കറ്റ് താരം അജയ് ശിവദാസ് നേതൃത്വം നൽകി. ചടങ്ങിൽ പ്രവാസി വെൽഫെയർ ഒമാൻ പ്രസിഡന്റ് നൌഷാദ് എടപ്പാൾ, ബ്രൗഷ്യർ മേഖലാ പ്രസിഡന്റ് നസീം അസീസ് വയനാട് എന്നിവർ സംബന്ധിച്ചു. അന്താരാഷ്ട്ര സൈക്ലിംഗ് കലണ്ടറിൽ ഒമാനെ അടയാളപ്പെടുത്തുന്ന ടൂർ ഓഫ് ഒമാന്റെ 15ാം പതിപ്പിന് ഇന്ന് മസ്കത്ത് ക്ലാസിക്കോയോടെ ഔപചാരിക തുടക്കമാകും. ലോകത്തെ മുൻനിര സൈക്ലിസ്റ്റുകൾ പങ്കാളികളാകുന്ന പ്രധാന കായികമേളകളിൽ ഒന്നായി വളരുകയാണ് ടൂർ ഓഫ് ഒമാൻ. ഇന്ന് നടക്കുന്ന മസ്കത്ത് ക്ലാസിക് UCI പ്രോ സീരീസ് കലണ്ടറിൽ ഉൾപ്പെട്ടിരിക്കുന്ന മത്സരം കൂടിയാണിത്. അൽ മൗജിൽ നിന്ന് അൽ ബുസ്താൻ വരെ 179.16 കിലോമീറ്റർ ദൈർഘ്യമുള്ള കടുപ്പമേറിയ റൂട്ടിലൂടെയാണ് മത്സരം. തീരദേശ അതിവേഗ പാതകളും കഠിന പാതകളും ചേർന്ന റൂട്ട് സൈക്ലിസ്റ്റുകളുടെ സഹനശേഷിയും കഴിവുകളും പരീക്ഷിക്കും. ചരിത്രത്തിൽ ആദ്യമായി ഒമാനി സൈക്ലിസ്റ്റുകൾ മസ്കത്ത് ക്ലാസിക്കിൽ പങ്കെടുക്കുന്നുവെന്നും ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്ര മത്സര പരിചയം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒമാനി സൈക്ലിസ്റ്റുകൾ മസ്കത്ത് ക്ലാസിക്കിന്റെ 4ാം എഡിഷനിൽ അണിനിരക്കുന്നത്. ഇത്തവണ 18 ടീമുകളിലായി 146 റൈഡർമാർ പങ്കെടുക്കും. 2010 ആരംഭിച്ച ടൂർ ഓഫ് ഒമാന്റെ ലോകമെമ്പാടുമുള്ള പ്രൊഫഷണൽ ടീമുകൾ സീസണിന്റെ തുടക്കത്തിലെ പ്രധാന മത്സരങ്ങളിലായി അംഗീകാരം നേടിയിട്ടുണ്ട്. ശനിയാഴ്ചയാണ് പ്രധാന മത്സരഘട്ടങ്ങൾ ആരംഭിക്കുക. ആദ്യഘട്ടത്തിൽ അൽ ഖുവൈറിലെ കൊടിമരം മുതൽ ഖുറയാത്തിലെ ഹാവിയത്ത് നജം വരെ 174.83 കിലോമീറ്റർ ദൂരം പിന്നിടും. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.